നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വളരെ ആശങ്കപ്പെടുത്തുന്ന സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനുള്ളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വൻ വർധനയാണ് കോവിഡ് കേസുകളുടെ കാര്യത്തിലുണ്ടായത്. 5611 പേർക്കാണ് 24 മണിക്കൂറിനുള്ളിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. വലിയ ആശങ്കയിൽ തന്നെയാണ് സാഹചര്യങ്ങൾ രാജ്യത്തൊട്ടാകെ. നമുക്ക് ഓരോ ജില്ലകളിലേക്ക് പോകാം വളരെ പെട്ടെന്ന്. ആദ്യം കണ്ണൂരിലേക്കാണ്. കണ്ണൂർ 14 പേർക്കാണ് നിലവിൽ രോഗബാധ ഉള്ളത്. അതിൽ നിരീക്ഷണത്തിലുള്ളത് 7471 പേരാണ്. 53 പേർ ആശുപത്രിയിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ്. മനുവാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. മനു, കണ്ണൂരിലെ പൊതു സാഹചര്യം എന്താണ്? മാത്രമല്ല മറ്റ് പൊതുജീവിതം എങ്ങനെയാണ്? ലോക്ക്ഡൗൺ ഇളവുകൾ, മറ്റു വിവരങ്ങൾ. കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഈ ആവശ്യ സാധനങ്ങളും അതുപോലെ കടകളിലേക്കൊക്കെയായി നഗരത്തിൽ എത്തുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 5 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. അതിലൊരാൾ ദുബൈയിൽ നിന്ന് ആണ് വന്നത്. മറ്റ് 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. ബോംബെ, അഹമ്മദാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഈ മേക്കുന്ന്, ചൊക്ലി, മയ്യിൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇവരെ ഈ മേക്കുന്ന് സ്വദേശി ഒഴികെ മറ്റെല്ലാവരും തന്നെ നേരത്തെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ വീട്ടിലായിരുന്നു നിരീക്ഷണത്തിൽ. അയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രവാസികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ക്വാറന്റീൻ വ്യവസ്ഥകൾ കർശനമാക്കുക എന്ന നിലപാട് തന്നെയാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. ഇന്നലെ 2 വിമാനങ്ങളാണ് എത്തിയത്. ഇന്നലെ അർദ്ധരാത്രി 1:20 ഈ കുവൈറ്റിൽ നിന്നുള്ള വിമാനം കണ്ണൂരിൽ എത്തിയത്. അതിൽ 27 കുട്ടികളും 127 കുട്ടികൾ ഉൾപ്പെടെ. മനു വിവരങ്ങൾ നൽകുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ ജില്ലകളിലേക്കും പോകാറുണ്ട്. നമുക്കതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞ് വേഗം പോകാം. ഇനി നമുക്ക് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് 26 പേർക്കാണ് നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നോക്കൂ, 9300 പേര് നിരീക്ഷണത്തിലുണ്ട്. 75 പേർ ആശുപത്രികളിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. അനുമോദ്, പുതിയ രോഗം സ്ഥിരീകരിച്ചവർ, അവരുടെ ആരോഗ്യനില, മറ്റത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ 3 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 2 പേർ ബോംബെയിൽ നിന്ന് വന്നവരാണ്. ഇവർ ബോംബെയിൽ ഇളനീർ കച്ചവടം നടത്തിയവരാണ്. ഈ തുടർച്ചയായിട്ട് ഇപ്പൊ 4 പേർക്കാണ് ബോംബെയിൽ നിന്ന് വന്നവർക്ക്, ഈ ഇളനീർ കച്ചവടം നടത്തിയവർക്ക് അസുഖം സ്ഥിരീകരിച്ചത്. ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു നിരീക്ഷണം കൂടി നമുക്ക് ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ബോംബെയിൽ ഇളനീർ കച്ചവടം നടത്തിയവർക്ക് അസുഖം സ്ഥിരീകരിച്ചത് അവിടെ സാമൂഹ്യ വ്യാപനത്തിന്റെ ഒരു സാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേർ ഇതേപോലെ വന്നിട്ടുണ്ട്. നിലവിൽ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് രോഗികളുടെ. ഇന്നലെ റിയാദിൽ നിന്ന് 152 പ്രവാസികൾ കൂടി കരിപ്പൂര് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ 2 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് അവരെ നേരിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇതിൽ ഒരാൾക്ക് കോവിഡിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വന്നിറങ്ങിയിൽ 41 പേരാണ് മലപ്പുറം. ഒപ്പം തന്നെ മലപ്പുറത്ത് KSRTC സർവീസ് കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയുന്നത്. മലപ്പുറം നഗരത്തിലേക്ക് പല ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന് ശേഷം നാളെ മുതലായിരിക്കാം ഒരുപക്ഷെ കുറെ കൂടി സർവീസുകൾ നിരത്തിലിറക്കുക എന്നാണ് KSRTC. അനുമോദാണ് മലപ്പുറത്തുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. ആകെ 5 പോസിറ്റീവ് കേസുകളാണ് നിലവിൽ പത്തനംതിട്ടയിലുള്ളത്. 2870 പേർ നിരീക്ഷണത്തിലാണ്. ആശുപത്രിയിൽ 15 പേരാണ്. 2855 പേർ വീടുകളിലാണ്. ടിറ്റോ ആണ് ചേരുന്നത്. ടിറ്റോ, എന്താണ് നിലവിലെ അവസ്ഥ? പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് KSRTC സർവീസുകൾ ജില്ലയ്ക്കകത്ത് പുനരാരംഭിക്കുകയാണ്. പ്രധാനമായും 7 ഡിപ്പോകളിൽ നിന്നുള്ള ബസ്സുകളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം, ആലപ്പുഴ, കോട്ടയം ഈ 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ മറ്റ് ജില്ലകളിലേക്കുള്ള സർവീസുകളാണ് ഒട്ടുമിക്ക ബസ്സുകളും KSRTC ബസ്സുകളും നടത്തുക. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയ്ക്കുള്ളിൽ തന്നെയാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെങ്ങന്നൂരേക്കും മറ്റും പോകുന്ന ബസ്, മുളക്കഴയിലും ഈ പുനലൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ് കോന്നി, കലഞ്ഞൂരിലുമൊക്കെ സർവീസ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മല്ലപ്പള്ളി ഭാഗങ്ങളിലും സർവീസ് അവസാനിപ്പിക്കും. മറ്റൊരു കാര്യം, ജില്ലയിൽ ഇന്നലെ പുതിയ ഒരു പോസിറ്റീവ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും വന്ന 30-കാരനാണ്, കടപ്ര സ്വദേശിയായ 30-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോവിഡ് രോഗികളുടെ എണ്ണം ജില്ലയിൽ 5 ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പേർ ജില്ലയിലേക്ക് വിദേശത്തു നിന്നും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ക്രമീകരണം ജില്ലാ ഭരണകൂടം തുടർച്ചയായി സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പിടിക്കാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ജില്ലയിൽ ചെയ്യുന്നുണ്ട്. ശരി, നമുക്ക് തൃശ്ശൂരേക്ക് വരാം. തൃശ്ശൂർ 11 പേരാണ് നിലവിൽ പോസിറ്റീവായിട്ടുള്ളത്. 6462 പേർ, 25 പേര് നിരീക്ഷണത്തിലുണ്ട്. 33 പേർ ആശുപത്രിയിലുമാണ്. സുബി ചേരുന്നു. സുബി,
രോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ മാത്രമല്ല ഇന്ന് ഇളവുകളുണ്ട്, അത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ. ജില്ലയിൽ ഒരാൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഒല്ലൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് എത്തിയതായിരുന്നു. വാളയാറിൽ വെച്ച് രോഗം സ്ഥിരീകരിച്ച തൃശൂർക്കാരനോടൊപ്പമാണ് ഇയാൾ എത്തിയിരുന്നത്. ഇയാളെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതോടെ ജില്ലയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 11 മാറിയിരിക്കുകയാണ്. ഏതായാലും എല്ലാവരും വിദേശത്തു നിന്ന് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. സമ്പർക്കത്തിലൂടെ ഇതുവരെ ആർക്കും ജില്ലയിൽ രോഗം പകർന്നിട്ടില്ല എന്നാണ് നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11 മാറുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സമൂഹ വ്യാപന സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയുള്ള ICMRന്റെ സീറോളജിക്കൽ സർവേ ഇന്ന് തൃശ്ശൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. രാവിലെ തന്നെ സർവേ തുടങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നായി 10 ഇടങ്ങളിൽ നിന്നായി 40 വീതം സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. അങ്ങനെ 400 സാമ്പിളുകളാണ് ജില്ലയിൽ നിന്ന് ശേഖരിക്കുക. ഇന്നലെ പാലക്കാടായിരുന്നു ICMRന്റെ സെറോളജിക്കൽ സർവേ നടന്നിരുന്നത്. ഒപ്പം തന്നെ ഇന്ന് KSRTC ബസ്സുകൾ ജില്ലയിലും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. KSRTC സ്റ്റാൻഡിൽ സാനിറ്റൈസറും ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എല്ലാ ബസ്സുകളിലും തന്നെ കണ്ടക്ടർമാരുടെ കൈവശം സാനിറ്റൈസർ ഉണ്ട്. ഒപ്പം തൃശ്ശൂരിലെ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു വാഷിംഗ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ തീരെ കുറവാണ് ബസ്സുകളിൽ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, ആലപ്പുഴയിലേക്ക് വരാം. ആലപ്പുഴയിൽ നിലവിൽ 4 പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. ആകെ 3078 പേര് നിരീക്ഷണത്തിലുണ്ട്. 16 പേർ ആശുപത്രിയിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. ശരണ്യയുടെ റിപ്പോർട്ടിലേക്ക്. ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മെയ് 9 കുവൈറ്റിൽ നിന്ന് മടങ്ങിയെത്തിയ ഗർഭിണിയായ സ്ത്രീക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവര് മാവേലിക്കര താലൂക്ക് സ്വദേശിയാണ്. വിമാനത്താവളത്തിൽ നിന്നും സ്വകാര്യ വാഹനത്തിൽ ഇവർ വീട്ടിൽ എത്തി ഹോം ക്വാറന്റൈനിലായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടുകൂടി ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ 2 ഗർഭിണികളാണ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിതരായ ചികിത്സയിലുള്ളത്. മറ്റ് 2 പേർ നവി മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ കുന്നപ്പുഴ സ്വദേശിയായ യുവാവും ഒപ്പം തന്നെ ഈ ഗർഭിണിയായ ആലപ്പുഴ സ്വദേശിയായ പെൺകുട്ടിയുടെ മകളുമാണ് ചികിത്സയിലുള്ളത്. 4 പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ള. ജില്ലയിൽ സമ്പർക്കത്തിലൂടെ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസവും നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങൾ തന്നെയാണ് ജില്ലയിലുള്ളത്. എങ്കിൽ പോലും ജനജീവിതം ഏറെക്കുറെ സാധാരണഗതിയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ ടൂറിസം രംഗമടക്കമുള്ള തിരിച്ചടി സാമ്പത്തികമായി ആലപ്പുഴ ജില്ലയെ വലിയ. ആലപ്പുഴയിൽ നിന്നും ഇനി പാലക്കാട്ടിലേക്ക് വരാം. നമുക്ക് പാലക്കാട് 13 പേർക്കാണ് നിലവിൽ രോഗബാധയുള്ളത്, രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 8333 പേര് നിരീക്ഷണത്തിലുണ്ട്. 58 പേരാണ് ആശുപത്രികളിൽ. വീടുകളിൽ 8275 പേര്. പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, രോഗബാധിതരുടെ കണക്കുകൾ, വിവരങ്ങൾ മാത്രമല്ല ഇന്ന് എങ്ങനെയാണ് പൊതുജീവിതം ഇളവുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ? ഗോപി, പ്രധാനമായും ഇന്ന് KSRTC സർവീസുകൾ നടത്തുകയാണ്. ജില്ലയിൽ 65 സർവീസുകളാണ് നടത്തുന്നത്. 4 ഡിപ്പോകളിലായി പാലക്കാട്, ചിറ്റൂർ, വടക്കഞ്ചേരി, മണ്ണാർക്കാട് തുടങ്ങിയ ഡിപ്പോകളിലായി 65 സർവീസുകൾ നടത്തും. ഇത് അട്ടപ്പാടിയിലേക്ക് ഉൾപ്പെടെ, മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് ഉൾപ്പെടെ സർവീസുകൾ നടത്തുന്നുണ്ട്. അതിനു പുറമെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശി, അദ്ദേഹം ഇപ്പോൾ കൊച്ചി കളമശ്ശേരിയിലാണ് ചികിത്സയിലുള്ളത്. മാലിദ്വീപിൽ നിന്നും കഴിഞ്ഞ 17-ന് ആണ് ഇവിടെ എത്തിയിരുന്നത്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ സഹോദരൻ, അതോടൊപ്പം മറ്റൊരു പാലക്കാട് സ്വദേശി എന്നിവർ അവിടെ നിന്നും പാലക്കാട്ടേക്ക് തന്നെ വന്നിരുന്നു. അവരിപ്പോൾ പട്ടാമ്പിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കോട്ടയം സ്വദേശിയും നാട്ടിലേക്ക് പോയതായാണ് അറിയുന്നത്. അവരെല്ലാം തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പഠനം നടന്നിരുന്നു. ICMRന്റെ ആ പഠനം ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ഇത് ഇന്നു മുതൽ തൃശ്ശൂരിലാണ് ഇതിന്റെ സർവേ നടക്കുക എന്നും ICMR പ്രതിനിധികൾ വ്യക്തമാക്കി. യെസ് പ്രസാദ്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് നിലവിൽ 6 പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. നിരീക്ഷണത്തിലുള്ളവർ 4675 പേരാണ്. 43 പേരാണ് ആശുപത്രികൾ, ബാക്കിയുള്ളവർ വീടുകളിലാണ്. അനുവാണ് ചേരുന്നത്. അനു, ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? ഗോപി, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇന്ന് KSRTC സർവീസുകൾ കൂടി ആരംഭിച്ചതോടുകൂടി ജനജീവിതം സാധാരണഗതിയിലേക്ക് മടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തിരുവനന്തപുരം സംബന്ധിച്ച് ഈ ജില്ലയിലേക്ക് കൂടുതൽ ആൾക്കാർ വിദേശത്തു നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. ഇന്ന് 2 വിമാനങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക. ഒന്ന് കുവൈറ്റിൽ നിന്നാണ്, മറ്റൊന്ന് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ള വിമാനത്തിൽ 106 യാത്രക്കാരും കുവൈറ്റിൽ നിന്ന് 166 യാത്രക്കാരും ഉണ്ടാകും. അതുപോലെ ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി
തിരുവനന്തപുരത്ത് നിന്ന് ജമ്മു കാശ്മീരിലേക്ക് ഒരു പ്രത്യേക ട്രെയിൻ സർവീസും ഉണ്ട്. ഇത്തരത്തിൽ ജില്ലയ്ക്കകത്തും അല്ലെങ്കിൽ ജില്ലയ്ക്കകത്ത് KSRTC സർവീസും ജില്ലയിൽ നിന്ന് പുറത്തേക്ക് മറ്റ് ആൾക്കാർ എത്തിത്തുടങ്ങുന്നു. വിമാന സർവീസുകൾ എത്തിത്തുടങ്ങുന്നു. അതേസമയം ഇപ്പോൾ നിലവിൽ 6 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സ ബാധിച്ചുള്ളത്. അതേസമയം റെഡ് സോണുകളൊന്നും ജില്ലയിലില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്. സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ല കൂടുതൽ സാധാരണ നിലയിലേക്ക് ജനജീവിതം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് 4 പേരാണ് നിലവിൽ പോസിറ്റീവായിട്ടുള്ളത്. 3559 പേരാണ് നിരീക്ഷണത്തിൽ, 10 പേരാണ് ആശുപത്രിയിലുള്ളത്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. കൊല്ലത്ത് നിന്ന് വിനോദാണ് ചേരുന്നത്. വിനോദ്, എങ്ങനെയാണ് രോഗ കണക്കുകൾ, എങ്ങനെയാണ് ഇന്നത്തെ പൊതുജീവിതം കൊല്ലത്ത്? ഗോപി, കഴിഞ്ഞ ദിവസവും കൊല്ലത്ത് പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പട്ടിക പ്രകാരം 7 പേരാണ് ജില്ലയുടെ കണക്കിലുള്ളത്. അതിൽ 4 പേർ മാത്രമാണ് ജില്ലയ്ക്കകത്ത് ചികിത്സയിലുള്ളത്. മറ്റ് 2 പേർ തിരുവനന്തപുരത്തും ഒരാൾ കൊച്ചിയിലുമാണ് ചികിത്സയിൽ തുടരുന്നത്. ഏതായാലും 7 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന 5 പേർ അബുദാബിയിൽ നിന്നെത്തിയവരാണ്. ഇവരിൽ 3 പേർക്ക് കൊട്ടാരക്കരയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്താണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. രോഗവിവരം മറച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇവർക്ക് രോഗമുള്ള വിവരം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവിടെ അധികൃതരെ അത് അറിയിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഏതായാലും ജനജീവിതം കൂടുതൽ സാധാരണ നിലയിലേക്ക് മാറുന്നു. KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ബോട്ട് സർവീസും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഗോപി, വിനോദാണ് കൊല്ലത്ത്. ഏതായാലും മനസ്സിലാക്കുന്നതനുസരിച്ച് ജനജീവിതം സാധാരണ രീതിയിലേക്ക് വരുന്നു. പക്ഷേ ആശങ്കകൾ കുറയുന്നൊന്നുമില്ല. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ തുടരുന്നു. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട്ടെ നിലവിൽ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 6230 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 31 പേർ ആശുപത്രിയിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. കോഴിക്കോട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്ത കർണാടക സ്വദേശിയായ ഗൈനക്കോളജി ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവർ പരിശോധിച്ച 5 ഗർഭിണികൾ നിരീക്ഷണത്തിലാണ്. ഇവരുടെ ക്ലിനിക്കിലെ 6 ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. ഈ മാസം 5-നാണ് ഇവർ കർണാടകയിലേക്ക് പോയത്. ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കർണാടക സ്വദേശിയായ ഗൈനക്കോളജി ഡോക്ടർക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ മാസം 5-നാണ് ഇവർ ഇവിടെ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് തിരിച്ചത്. കേരളത്തിൽ വന്നതിനാൽ അവിടെ ക്വാറന്റൈനിൽ പ്രവേശിച്ചിരുന്നു. 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാകുന്നതിന് മുന്നോടിയായി അവിടെ കോവിഡ് പരിശോധന നടത്തി. പരിശോധനയിലാണ് ഇപ്പോൾ പോസിറ്റീവായി വ്യക്തമായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടിയന്തരമായ ഒരു മുൻകരുതലും ജാഗ്രതയും അവിടെ പുലർത്തുകയാണ്. അവർ പരിശോധിച്ചിരുന്ന, അവർ ജോലി ചെയ്തിരുന്ന അവരുടെ ക്ലിനിക്കിലെ 6 ജീവനക്കാരെ ഇപ്പോൾ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ പരിശോധിച്ചിരുന്ന 5 ഗർഭിണികളെയും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരോടും വീടുകളിൽ ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ കഴിയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ സമ്പർക്കം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തുന്നവർക്ക് അവരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ഗൈനക്കോളജി ഡോക്ടർക്ക്, കർണാടക സ്വദേശിയാണെങ്കിൽ പോലും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് വളരെ ജാഗ്രതയോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. ഷഹീദ്, ഈ മണിക്കൂറുകളിൽ കോഴിക്കോടായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിവരം ഇതാണ്. നമുക്ക് കാസർഗോഡേക്ക് വരാം. കാസർഗോഡ് 16 പേർക്കാണ് നിലവിൽ പോസിറ്റീവായിട്ടുള്ളത്. 3662 പേർ നിരീക്ഷണത്തിലുണ്ട്. 33 പേർ ആശുപത്രികളിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ്. ബൈജുവാണ് ചേരുന്നത്. ബൈജുവും കാസർഗോഡ് തലപ്പാട് അതിർത്തിയിലൊക്കെ കർശന പരിശോധന തുടരുകയാണ്. എങ്ങനെയുണ്ട് ജില്ലയിലെ പൊതുജീവിതം, മാത്രമല്ല സാഹചര്യം എങ്ങനെ? തലപ്പാടി അതിർത്തി കടന്ന് 13,000-ഓളം പേരാണ് ഇതുവരെയായും സംസ്ഥാനത്തേക്ക് എത്തിയത്. ഇതിൽ 3,000-ഓളം പേർ കാസർഗോഡ് ജില്ലക്കാരാണ്. എല്ലാവരും തന്നെ കർശന നിരീക്ഷണത്തിന് വിധേയരാണ്. എന്തായാലും പരിശോധന അതിർത്തിയിൽ കർശനമായി തന്നെ തുടരുന്നുണ്ട്. കൂടുതൽ പേരും റെഡ് സോൺ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റെഡ് സോണിൽ നിന്നുള്ളവർ ആയതുകൊണ്ട് തന്നെ കർശന നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഇന്നലെ പോസിറ്റീവ് കേസുകളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ ആശ്വാസമായി. അതേസമയം തന്നെ 196 പേരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കാനുണ്ട്. അതുപോലെ സാമൂഹിക വ്യാപനം നടന്നിട്ടുണ്ടോ എന്നുള്ള സർവേ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ പോസിറ്റീവ് കേസുകളൊന്നും തന്നെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും വലിയ ആശ്വാസം തന്നെയാണ്. എന്തായാലും കർശന നിയന്ത്രണം തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും കർശന നിയന്ത്രണത്തോടു കൂടിയാണ് വ്യാപാര സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുന്നത്. എല്ലാവിധ മുൻകരുതലും നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. പോലീസും കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. എറണാകുളത്തേക്ക് വരാം. എറണാകുളത്ത് നിലവിൽ 8 കേസുകളാണ് പോസിറ്റീവായിട്ടുള്ളത്. 6293 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രികളിൽ 42 പേരാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. 6251 പേർ വീടുകളിലാണ്. അനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് കൂടിയാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ പാലക്കാട് സ്വദേശിയായതിനാൽ ഇദ്ദേഹത്തെ പാലക്കാട്ടുള്ള രോഗികളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 16-ന് മാലിദ്വീപിൽ നിന്നും എത്തിയ ജലാശ്വ കപ്പലിൽ എത്തിയ 23 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കപ്പലിറങ്ങിയപ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന്
കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് ഇവിടെ നിന്നും രോഗം സ്ഥിരീകരിച്ചതോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ രോഗി കൂടി എത്തിയതോടെ എറണാകുളം ജില്ലയിൽ രോഗം ബാധിച്ച് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 മാറിയിരിക്കുന്നു. ഇന്നലെ ദമാമിൽ നിന്നും 200 യാത്രക്കാർക്ക് അടുത്തുമായി ഒരു വിമാനം എത്തിയിരുന്നു. അതിലെ യാത്രക്കാരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായവരെ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുന്നു. കൂടുതൽ വിമാനങ്ങൾ കൂടി ഇന്ന് എത്തുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ലണ്ടൻ, മനില, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നായി 600-നടുത്ത യാത്രക്കാരുമായി 3 വിമാനങ്ങളാണ് ഇന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരാനുള്ളത്. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലേക്ക് വരാം. വയനാട്ടിൽ 17 പേരുണ്ട് നിലവിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 2962 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 33 പേർ ആശുപത്രിയിലാണ്. ബാക്കിയുള്ളവർ 2929 പേർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. രതീഷാണ് ചേരുന്നത്. രതീഷ്, വയനാട്ടിൽ സമ്പർക്കം വഴി കൂടുതൽ രോഗവ്യാപന സാധ്യത അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? മാത്രമല്ല ജില്ലയിൽ KSRTCയുടെ സർവീസുകളുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എന്താണ്? തുടർച്ചയായ ദിവസങ്ങളിൽ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വയനാട്ടിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ഒരു വാർത്തയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഏറെ വൈകി വന്ന പരിശോധന ഫലത്തിൽ ഒരാൾ നെഗറ്റീവായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായിരിക്കുന്നു. മെയ് 9-ന് രോഗം സ്ഥിരീകരിച്ച മാനന്തവാടി കമ്മന സ്വദേശിയായ യുവാവിനാണ് രോഗം ഭേദമായത്. ഇദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. ഇതോടെ നിലവിൽ 16 പേരാണ് കോവിഡ് രോഗ ചികിത്സയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KSRTC സർവീസാണ് ജില്ലയിലെ. ഇന്ന് മാനന്തവാടി ഡിപ്പോയിൽ 36-ഉം കൽപ്പറ്റയിൽ 20-ഉം ബത്തേരിയിൽ 34 സർവീസുകൾ നടത്തുമെന്നാണ് മുൻപ് KSRTC കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ ഭാഗികമായി മാത്രമാണ് ഈ സർവീസുകൾ നടക്കുന്നത്. വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് 3 സർവീസുകൾ മാത്രമാണ് പോയിട്ടുള്ളത്. രതീഷ്, ഏതായാലും ഇടുക്കിയിലേക്ക് കൂടി വരുന്നു. ഇടുക്കിയിൽ നിലവിൽ ഒരു കേസ് മാത്രമാണ് ഉള്ളത്. 3121 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ആശുപത്രിയിൽ 5 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിലവിലുള്ളത്. സന്ദീപാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്നും. സന്ദീപ്, എന്താണ് പൊതുസ്ഥിതി? മാത്രമല്ല ഇളവുകളുടെ പശ്ചാത്തലത്തിൽ പൊതുജീവിതം എങ്ങനെയാണ്? ഇടുക്കിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളായി പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോട് കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്ന എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് എന്നതും ഏറെ ആശ്വാസം പകരുന്നതാണ്. കോവിഡ് ബാധിതരുമായി ഏറ്റവും അടുത്തിടപഴകിയ ബന്ധുക്കളുടെ അടക്കം പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ് എന്നത് ഏറെ ആശ്വാസകരമാണെന്ന് പറയാം. വളരെ നിർണായകമായി കണ്ടിരുന്ന പരിശോധനാ ഫലങ്ങളായിരുന്നു ഇത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കടയിൽ എത്തിയവരുമായി അടുത്തിടപഴകിയ നിരവധി ആളുകളുടെ പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. എന്നിരുന്നാലും ഇതിനൊരു പോസിറ്റീവ് കേസിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഇടുക്കി ജില്ല മുമ്പോട്ട് പോകുന്നു. അതിർത്തി മേഖലകളിലെല്ലാം കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. നിയന്ത്രണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സാമൂഹിക അകലം പാലിച്ചും അതുപോലെ മാസ്കുകൾ ധരിച്ചുമൊക്കെയാണ് ആളുകൾ എത്തുന്നത്. കോട്ടയത്തേക്ക് വരാം. കോട്ടയത്ത് നിലവിൽ 4 പേർക്കാണ് രോഗം ഉള്ളത്. 4021 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 8 പേരാണ് ആശുപത്രിയിലുള്ളത്. ബാക്കി 4013 പേരും വീടുകളിലാണ്. ശ്രീത് ചേരുന്നു. ശ്രീത്, കോട്ടയത്ത് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരാനില്ലേ ഇന്ന്? ഇത് എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും ഇന്നത്തെ വരുന്ന റിസൾട്ടുകൾ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മുണ്ടക്കയം ത്തുള്ള ആളുമായി കൂടുതൽ സമ്പർക്കത്തിലുള്ള അവരുടെ വീടുമായൊക്കെ സമ്പർക്കത്തിലുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും എങ്കിൽ പോലും കൂടുതലൊരു വലിയ സമ്പർക്കത്തിലേക്കൊന്നും പോയിട്ടില്ല. കാരണം കോഴിക്കോട് നിന്ന് എത്തുന്നു, വീട്ടിലേക്ക് എത്തുന്നു, അവിടെ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന ആളാണ്. അവിടെ നിന്ന് അപ്പുറത്തേക്ക് വലിയൊരു സമ്പർക്കത്തിലേക്ക് പോയിട്ടില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. നേരത്തെ കോട്ടയം മാർക്കറ്റിലൊക്കെ ഉണ്ടായ പോലെ ഒരു ഭീതി എന്തായാലും ഇക്കാര്യത്തിൽ ഇല്ല. എന്തായാലും പുതിയ രോഗികൾ ഈ വിദേശത്ത് നിന്ന് വന്ന അടക്കമുള്ളവർ കൂടുതൽ പേര് എത്തുന്നുണ്ട്. അവരുടെ അടക്കം സാമ്പിളുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പോസിറ്റീവ് കേസുകൾ സ്വാഭാവികമായും വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഒക്കെ കണക്കുകൂട്ടൽ. പക്ഷേ ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. അത് വലിയ ആശ്വാസമായി തന്നെ തുടരുകയും ചെയ്യുന്നു. ആശുപത്രികളിൽ കൂടുതൽ വലിയ തിരക്കൊന്നും ഇല്ല എന്നതും ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട KSRTC ബസ്സുകൾ ഇന്ന് വീണ്ടും സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് ജില്ലയെ സംബന്ധിച്ച് കുറച്ചുകൂടി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു നടപടി തന്നെയാണ്. പക്ഷേ ഏതാണ്ട് സാമൂഹ്യ അകലം പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള സർവീസുകളാണ് നടക്കുന്നത്. ഇതാണ് വിവിധ ജില്ലകളിലെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതി. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം.